സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് അതിൻ്റെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പെൻഗ്വിൻ ഇന്ത്യ പിന്മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് പിന്മാറി എന്നറിയില്ല. ഉള്ളടക്കത്തിൽ ചില മാറ്റങ്ങൾ പ്രസാധകർ നിർദ്ദേശിച്ചുവെന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സോണിയാഗാന്ധി പറഞ്ഞു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതാദ്യമായല്ല പെൻഗ്വിൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ പുറത്തിറക്കാൻ തീരുമാനിച്ച പുസ്തകത്തിൻ്റെ പ്രസാധനത്തിൽ നിന്ന് പിന്മാറുന്നത് ഇതാദ്യമായിട്ടല്ല. ബഷീർ, ഈ സോണിയാഗാന്ധിയുടെ പുസ്തകം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അത് പുറത്തു വരുമ്പോൾ അതിൽ പരാമർശിക്കപ്പെടാനിടയുള്ള ഇന്ത്യയിലെ പല വിധത്തിലുള്ള രാഷ്ട്രീയ മുഹൂർത്തങ്ങളുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ പെൻഗ്വിനെ ഈ വൈകിയ വേളയിൽ ഇതിൽ നിന്ന് പിന്മാറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കണ്ടംപററി രാഷ്ട്രീയം, പ്രത്യേകിച്ച് 2014 ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരിക്കും പെൻഗ്വിനെ ഇങ്ങനെ തീരുമാനിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഋതു സരിനാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ പുസ്തകത്തിൻ്റെ ഇന്ത്യൻ പ്രകാശനമാണ് പ്രകാശനത്തിന് തീയതി മാറുമോ എന്നല്ല, പബ്ലിഷേഴ്സ് മാറും, അതിൽ നിന്ന് പിന്മാറുകയാണ് എന്നത്. വേറെ ഒരു പ്രസാധക സംഘം അത് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോണ്ടക്സ്റ്റിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും ഈ ഡിസ്പ്യൂട്ടിന് കാരണം എന്ന് നമുക്ക് ഉറപ്പായി ഊഹിക്കാം. കാരണം ഇൻ്റർനാഷണൽ റിലീസിൽ മാറ്റം വരുത്തിയിട്ടില്ല, ഇന്ത്യയിലെ പ്രസാധനത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയത്. ഒരു പക്ഷേ ഇന്ത്യൻ നിയമവുമായി ബന്ധപ്പെട്ട് വരാനിടയുള്ള ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിളായ എന്നാൽ ഇന്ത്യയിൽ നിയമപരമായ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രസാധകർ കണക്കാക്കുന്ന ഒരു കണ്ടന്റിനെ ചൊല്ലിയുള്ള ഡിസ്പ്യൂട്ടായിരിക്കും ഇത് എന്ന് വേണം അനുമാനിക്കാൻ. പ്രസാധകർ ഇക്കാര്യം സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു, ഇത് ചില പ്രത്യേക ഭാഗങ്ങൾ നീക്കിത്തരണം എന്നാവശ്യപ്പെട്ടു. അവരത് തിരസ്കരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസാധകരിൽ നിന്ന് പുസ്തകം തിരിച്ചെടുത്ത് മറ്റൊരു പബ്ലിഷർ വഴി ഇത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് വിവരം. രാജീവ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള 2014 ശേഷമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള സോണിയാഗാന്ധിയുടെ ഒരു നിലപാടാകാം. അതല്ലെങ്കിൽ 60 വർഷം ഞാൻ കണ്ട ഇന്ത്യയെക്കുറിച്ച് ഞാൻ പറയുന്നു എന്നാണ് സോണിയാഗാന്ധി ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പിൽ ഒരു പാരഗ്രാഫിലുള്ള ഒരു കുറിപ്പ് മാത്രമാണ് അവർ ഈ പുസ്തകത്തെക്കുറിച്ച് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അത് 60 വർഷത്തിനിടയിൽ ഞാൻ കണ്ട ഇന്ത്യയെക്കുറിച്ച്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഫെയിലിങ്സ് എന്നൊരു വാക്ക് അതിലുപയോഗിക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിൻ്റെ ആക്ഷൻസും അവരുടെ മോട്ടിവേഷൻസും ആൻഡ് ദ വെരി ഹ്യൂമൻ ഫെയിലിങ്സ് എന്നെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആ കണ്ടന്റിനകത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നിയമപരമായ അതിൻ്റെ ഒരു വാലിഡിറ്റിയെക്കുറിച്ചുള്ള പ്രസാധകരുടെ സംശയമാകാം. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഒരു സംശയം എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെൻഗ്വിൻ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് കമ്പനി അവരൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നതിന് ഒരുപാട് ദൈർഘ്യമുള്ളൊരു പ്രോസസ്സുണ്ട്. ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് ആദ്യം കിട്ടുന്നു, അത് വായിച്ചു നോക്കുന്നു, അതിൻ്റെ പല നിലയ്ക്കുള്ള വിശകലനങ്ങൾ നടത്തുന്നു, അതിൻ്റെ ലീഗൽ, കോപ്പിറൈറ്റ്, അതുപോലെ ഫാക്ട് ചെക്കിങ്, ഇങ്ങനെ 100,000 പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനമെടുത്തതിന് ശേഷം അത് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള ഡിഫമേഷൻ കേസസിന് ചാൻസസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ, ആ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഏത് വിധത്തിൽ മാറ്റാം, ഇത് സംബന്ധിച്ചുള്ള നെഗോഷിയേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരൊരു പബ്ലിഷിംഗ് ഡേറ്റ് നിശ്ചയിക്കുക. ആ പബ്ലിഷിംഗ് ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷം ഇത് പിൻവാങ്ങുന്നു എന്നതാണ് ഇതിലെ ക്രൂഷ്യലായിട്ടുള്ള പാർട്ട്. ഇപ്പോൾ ഡേവിഡ് ഗോഡ്വിൻ എന്ന ഒരു ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയ ഒരു ഏജൻ്റാണ് സോണിയാഗാന്ധിയുടെ ലിറ്റററി ഏജൻ്റായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഈ രംഗത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. സ്വാഭാവികമായും ആ കടമ്പ കടന്ന് പബ്ലിഷിംഗ് ഡേറ്റ് തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ലീഗൽ വെറ്റിംഗ് നടക്കേണ്ടത്. ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇത് വരുന്നു എന്നതാണ് ഇതിലെ പൊളിറ്റിക്കലി പ്രധാനപ്പെട്ട ഭാഗം. അത് ശരിയാണ്. ഒരു പക്ഷേ ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ എന്തെങ്കിലും വലിയ റിവീലിംഗ് ആയ കാര്യങ്ങൾ ഹഷപ്പ് ചെയ്യാനാകണമെന്നില്ല. പല സാധ്യതകളുണ്ട്. ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ നെഹ്റു കുടുംബത്തെക്കുറിച്ച്, അതായത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, അങ്ങനെ ആ ഫാമിലിയിലുള്ള അംഗങ്ങളെക്കുറിച്ച്
ഇവരെക്കുറിച്ചൊക്കെ നല്ലത് എഴുതിയാൽ പോലും ഇപ്പോൾ വേണമെങ്കിൽ പുസ്തകം എന്താ പറയുക, ഇന്ത്യയിൽ വിലക്ക് നേരിടാം എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം വേണമെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു, ഇപ്പോൾ സോണിയാഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് 2007 നടത്തിയൊരു പരാമർശമുണ്ട്. മോത്ത് കി സൗദാഗർ എന്ന് പറഞ്ഞിട്ട്, മരണത്തിൻ്റെ വ്യാപാരി എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടത്. 2007 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് സോണിയാഗാന്ധി പരാമർശം നടത്തുന്നത്. ഈ പരാമർശം നടത്തിയ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടാവാം. അതൊരു പക്ഷേ പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പരാമർശമുള്ള പുസ്തകം ഇന്ത്യൻ വിപണിയിൽ വേണ്ട എന്ന് പെൻഗ്വിനോട് ഭരണകൂടം ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൈനിക സർവീസിലുണ്ടായിരുന്ന നരവനയുടെ പുസ്തകത്തിലെ ചില പരാമർശങ്ങളുടെ പേരിൽ വലിയ കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാവുകയും അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പുസ്തകത്തിന്റെ ഫിസിക്കൽ കോപ്പി, ഒരു ഡിജിറ്റൽ കോപ്പി അവൈലബിൾ ആയി, ഒരു വെർച്വൽ കോപ്പി അവൈലബിൾ ആയി, പക്ഷേ പുസ്തകം ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പുസ്തകം കണ്ടിട്ടേ ഇല്ല എന്നാണ് പ്രസാധകർ ഒടുവിൽ പറഞ്ഞത്. അതെ, പെൻഗ്വിൻ തന്നെയായിരുന്നു അതിന്റെ പ്രസാധകൻ. പെൻഗ്വിൻ തന്നെ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മുസാഫർ നഗർ റയറ്റുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫിക് നോവലിന്റെ പ്രസാധനം, ഇതുപോലെ തന്നെ ഇന്റർനാഷണലി അക്ലെയിംഡ് ആയ ഒരു ഓഥറുടെ പ്രസാധനം പെൻഗ്വിൻ വിഡ്രോ ചെയ്ത് നിർത്തിയത്. പക്ഷേ ഇത് മാത്രമല്ല രാജീവ്, നമ്മൾ ഈ കാലത്ത് പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുന്നത് മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനു മുമ്പ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാത്താനിക് വേഴ്സസ് രാജീവ് ഗാന്ധിയാണ് നിരോധിച്ചത്. രാജീവ് ഗാന്ധി ഇന്ത്യയിലെ സാത്താനിക് വേഴ്സസിന് ഇന്ത്യയിലേക്കുള്ള വരവും ഇമ്പോർട്ടും പ്രസിദ്ധീകരണവും വേണ്ട എന്ന് വെച്ചു. 36 വർഷങ്ങൾക്ക് ശേഷം 2024 മറ്റോ ആണ് 1988 അത് നിരോധിക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ദിയുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയത്. അങ്ങനെ പല പുസ്തകങ്ങൾ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും നിരവധിയായ പുസ്തകങ്ങളിലെ പോർഷൻസിനെ ചൊല്ലിയുള്ള ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ലീഗൽ ഡിസ്പ്യൂട്ട് നിരവധി പല കേസുകളുണ്ടായിട്ടുണ്ട്. എന്തിന് കേരളത്തിൽ തന്നെ ഒരു കാലത്ത് VKൻ്റെ അധികാരം എന്നുള്ള പേരിലുള്ള പുസ്തകമാണെന്ന് തോന്നുന്നു പാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചത് വലിയ കോൺട്രവേഴ്സി ആവുകയും അത് പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മലയാളത്തിലുമുണ്ട് അങ്ങനെ പല സംഗതികളും. ഇപ്പോൾ PM ആന്റണിയുടെ നാടകം ഒരു വലിയ കോൺട്രവേഴ്സി ആയിട്ട്, അത് സാത്താനിക് വേഴ്സസിൻ്റെ വേറൊരു ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ്, അത് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് വലിയ പ്രശ്നമാവുകയും അത് തടയുകയും അത് പിന്നെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഇ.കെ. നായനാർ മന്ത്രിസഭയാണെന്ന് തോന്നുന്നു അധികാരത്തിലിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവരാണ് അത് നിരോധിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. സബ്ജക്ട് റിലയൻസിനെ കുറിച്ചുള്ള ഒരു പുസ്തകം നമ്മളുടെ ഇദ്ദേഹം എഴുതിയ തക്കുർത്ത എഴുതിയ പുസ്തകം ഉടലോടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിധത്തിൽ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിൽ പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുകയും, പക്ഷേ ഒരു പ്രഷറിൻ്റെ പുറത്ത് പബ്ലിഷേഴ്സ് തന്നെ മുൻകൂട്ടി വളരെ കോഷ്യസായി ഇത് നിയമപ്രശ്നമാകുമോ, ഇത് ഞങ്ങൾക്ക് എതിരായി തീരുമോ എന്ന മട്ടിൽ പുസ്തകങ്ങളുടെ മേലെ പ്രസാധകർ തന്നെ ഒരു സെൽഫ് സെൻസറിങ് കൊണ്ടുവരുന്നു എന്ന സാഹചര്യം ഒരുപക്ഷെ ആദ്യമായിട്ടാകാം. അതും സോണിയാഗാന്ധിയെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടം മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ സാന്നിധ്യമായി നിർത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അങ്ങനെ ഒരാളുടെ ഓർമ്മക്കുറിപ്പിൻ്റെ ഉള്ളടക്കം പോലും ഒരു രാഷ്ട്രീയമായ പ്രഷറിൻ്റെ പുറത്ത് സ്വയം സെൻസർ ചെയ്യാൻ പ്രസാധകർ തയ്യാറാകുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇവിടെ എന്നുള്ള ഒരു സംശയമാണല്ലോ. അതുകൊണ്ടാണ് ഈ പബ്ലിഷിംഗ് ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം ഇതിൽ ചില ഉള്ളടക്കത്തിൽ ചില മാറ്റം വരുത്തണം എന്ന് എഴുത്തുകാരനോട് പ്രസാധകർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്തോ പ്രഷറുണ്ട് എന്ന് നമ്മൾ സംശയിക്കണം. പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അന്ന് സോണിയാഗാന്ധിയുടെ പുസ്തകം പുറത്തിറങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന് സഞ്ജയ് ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, അതുപോലെ അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പിന്നെ ഈ 2014 ശേഷം ഉണ്ടായ പല തരത്തിലുള്ള പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള മുഹൂർത്തങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അവർക്കുള്ളൊരു ഇൻസൈറ്റ് അതൊക്കെ പുറത്തേക്ക് വരുന്നത് ഒരു പക്ഷേ കോൺട്രവേഴ്സിലായേക്കാം എന്ന തോന്നൽ പെൻഗ്വിനുണ്ടാവാം. ആവശ്യമില്ലാത്ത ലീഗൽ നിയമപരമായ യുദ്ധങ്ങളിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെട്ടേക്കാമെന്ന തോന്നൽ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ വിഡ്രോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഞാനിത് മാറ്റി പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് മാറ്റി എഴുതുന്നില്ല എന്ന് സോണിയാഗാന്ധി പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഇറ്റലിയിൽ ജനിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരിയായി ദീർഘകാലം ഇന്ത്യയിൽ ജീവിച്ച ഒരു വനിതയാണ്. അവർക്ക് വേണമെങ്കിൽ ഇതിനോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം അതാരും അറിയാനും പോകുന്നില്ല അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത്.
പക്ഷേ ഒരു ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു പബ്ലിഷർ ഇന്ത്യയിലെ പ്രസാധനം ഇതുകൊണ്ട് നടക്കില്ല, നിങ്ങളിത് മാറ്റിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇല്ല, ഇത് മാറ്റിയിട്ട് ഞാനിത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഇതിലെ കൗതുകം ഉണ്ടാക്കുന്നത്. എന്താണ് ഇപ്പോൾ പെൻഗ്വിൻ ഇന്ത്യ അവരോട് മാറ്റണം, ഡിലീറ്റ് ചെയ്യണം എന്ന്, എഡിറ്റ് ചെയ്യണം എന്ന്, ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട ഭാഗം ഏതാണ് എന്നത് കൂടുതൽ കൗതുകമുണ്ടാക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ജീവിതത്തിലെ ലോകം അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ക്രൂഷ്യലായ പോയിൻ്റ് 2004 MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ഏകകണ്ഠമായി പാർലമെൻ്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കുകയും ചെയ്തതിന് ശേഷം അവർ പ്രധാനമന്ത്രി പദം വേണ്ട എന്ന് വെച്ച ആ മൊമെൻറ്റിനെ കുറിച്ച് അവർക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. എന്നാൽ ഒരു പബ്ലിഷർ നിയമപരമായ കാരണങ്ങൾ കൊണ്ടോ ഇനി വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ, രാജ്യസുരക്ഷ ഒരു കാരണമാകാം, ഫാക്ച്വൽ എറർ എന്ന് അവർക്ക് തോന്നാവുന്ന ഒരു വിഷയമാകാം, ഏത് കാരണമാണെങ്കിലും ഇന്ന ഭാഗം നീക്കിത്തരണം എന്നാവശ്യപ്പെടുകയും ആ ഭാഗം എന്താണ് എന്നതാണ് ഇനി അങ്ങോട്ട് കൗതുകമാകാൻ പോകുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ വരവ് ഇതുവരെ ഉണ്ടാക്കിയ കൗതുകത്തെക്കാൾ കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നു. ഇതിൽ ബഷീർ സൂചിപ്പിച്ച വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഈ രാജ്യസുരക്ഷ എന്ന് പറയുന്നൊരു സംഗതി ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് രാജ്യസുരക്ഷയാണ്. ഇപ്പോൾ നരവനയുടെ പുസ്തകത്തിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പിയും അതിൻ്റെ പ്രിൻ്റ്, ആ ഡിജിറ്റൽ കോപ്പിയിൽ നിന്നെടുത്ത പ്രിൻറ്റും പാർലമെൻറ്റിൽ ഹാജരാക്കുമ്പോൾ ഇത് പ്രസിദ്ധീകരിക്കപ്പെടാത്ത പുസ്തകമാണ്, ഇതിവിടെ ഹാജരാക്കാൻ പാടില്ല, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ട്, അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഗാൽവനിൽ ചൈനീസ് സൈന്യം അതിക്രമിച്ച് കിടക്കുമ്പോൾ ഞാൻ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു, അതിന് കൃത്യസമയത്ത് മറുപടി കിട്ടിയില്ല എന്നാണ് നരവനെ അതിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ എന്നാണ് നമ്മൾ അറിയുന്നത്. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ അതല്ലാതെ എന്തിനേയും രാജ്യസുരക്ഷയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സോണിയയുടെ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് അധികാരത്തിൻ്റെ ഭാഗമായി നിന്നതാണ് ഒരു 2014 വരെയുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ആദ്യം അവരുടെ ഭർത്താവിൻ്റെ അമ്മ അധികാരത്തിലായിരുന്നു, അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പിന്നീട് ഭർത്താവ്, പിന്നീട് അവർ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി, അധികാരത്തിൻ്റെ ഭാഗമായി നിന്നിരുന്നു. അപ്പോൾ അവരെഴുതാൻ പോകുന്നതോ അല്ലെങ്കിൽ അവരെഴുതിയതായിട്ടുള്ള ഏത് കാര്യവും വേണമെങ്കിൽ പുതിയൊരു ഭരണകൂടത്തിനും സംവിധാനത്തിനും രാജ്യസുരക്ഷയുമായിട്ട് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ബന്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നവും കൂടെ അവിടെയുണ്ട്. അതുകൊണ്ട് ഈ രാജ്യസുരക്ഷ എന്നുള്ളത് ഒരു പക്ഷേ ഒരു കാരണമായി ഈ പബ്ലിഷറുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത് പബ്ലിഷർക്ക് സ്വയം തോന്നിയതാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വയം തോന്നിയതാണെങ്കിൽ ഈ പബ്ലിക്കേഷൻ ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷം ഇത് എന്തായാലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം നമുക്കറിയില്ല. ഒരു 6-7 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സോണിയാഗാന്ധിയുടെ ഈ ഓർമ്മക്കുറിപ്പ് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ ഒരുപക്ഷെ ഇതുവരെ വെളിപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാകും. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് എന്തായാലും വരാൻ പോകുന്നത്. അതിൽ ചില ഭാഗങ്ങൾ നീക്കണം എന്ന് ഇത്രയും പ്രശസ്തമായൊരു പ്രസാധക ഏജൻസി, ഒരു സംഘം, ഒരു ഫേം ആവശ്യപ്പെട്ടു എന്നത് തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഏതായാലും വർദ്ധിപ്പിക്കുന്നുണ്ട്. റൈറ്റ്. എന്തായാലും സോണിയാഗാന്ധിയുടെ പുസ്തകം നവംബർ 10-നാണ് അതിൻ്റെ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അന്ന് തന്നെ ഇന്ത്യയിലും പ്രസാധനം ഉണ്ടാകുമോ, അത് പുതിയ ഏജൻസി ഏറ്റെടുക്കുമോ, ഇതൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്തായിരിക്കും ആ പുസ്തകത്തിൽ നിന്ന് നീക്കണമെന്ന് പെൻഗ്വിൻ ഇന്ത്യ ആവശ്യപ്പെട്ടത്, അത് ഏത് ഭാഗമാണ്, അതറിയാനായിരിക്കും ഒരുപക്ഷെ ഇനി ഏറ്റവും കൗതുകത്തോടുകൂടി ഇന്ത്യക്കാർ കാത്തിരിക്കാം. എപ്പിസോഡോടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.